ഹലോ, നമ്മളിപ്പോ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, നമുക്കൊരു ഫിലിമിന് പോയാലോ? എനിക്ക് HSയുടെ എന്തുമാത്രം ക്ലാസ് എടുക്കണ്ടെന്നറിയോ? പിന്നെ 24 മണിക്കൂറും പഠിപ്പിച്ചാലൊന്നും HSയുടെ ക്ലാസ് എടുക്കാൻ പറ്റത്തില്ല. മഞ്ഞിലും മഴയിലും ഈ പറയുന്ന കണക്ക് സിനിമയിലും ഒക്കെ ലിറ്ററേച്ചർ കണ്ടുപിടിക്കുന്ന ആളാ നല്ലൊരു അധ്യാപകൻ. സിനിമ എന്നോട് അതെ, ഉദയനാട് താരം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടെന്നോ? കണ്ടതാ. ആ സിനിമയ്ക്കകത്ത് പച്ചാളം ബാസി എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. നവരസങ്ങൾ കൂടാതെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടുപിടിച്ച 3 രസങ്ങൾ കൂടിയുണ്ടെന്ന് പറയുന്നുണ്ട്. ടീച്ചറെ, രസ തിയറി നമ്മുടെ ഇംഗ്ലീഷിലുള്ളതാണ്. അപ്പൊ ഈ പറയുന്നത് ശരിയാണ്? ഈ പച്ചാളം ബാസി പറഞ്ഞത് ശരിയാണോ? പച്ചാളം വാസിനെ നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റില്ല സാറേ. കാരണം ഭരതമുനി 8 രസങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 9ാമത്തെ രസത്തെ കുറിച്ച് പറയുന്നത് അഭിനവ ഗുപ്തയാണ്. അത് അതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആധികാരികമായി അദ്ദേഹമാണ് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും ക്രിറ്റിക്സ് പല രസങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ദയ, സാഹോദര്യം, ഭക്തി, ഇതൊക്കെ രസങ്ങളാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പച്ചാളം വാസിനെ കുറ്റം പറയാനായിട്ട്? അതെ, പുള്ളി പറഞ്ഞതിലും കാര്യമുണ്ട്, അപ്പൊ സിനിമയിലും കാര്യമുണ്ട് അല്ലേ? അപ്പൊ ആർഷ മിസ്സിനോട് ഞാൻ ചോദിക്കുവാണ്, ഈ രസ, ഭാവം, ഇതിനൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈ ഫിലിമുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പറയാനായിട്ട് സാധിക്കുക? അത് മിസ്സേ, ആകാശദൂത് സിനിമ കണ്ടിട്ട് കരയാത്ത മലയാളികൾ ഉണ്ടാവത്തില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ പിന്നെ നമ്മൾ തന്നെ തിയേറ്ററിൽ ഇരുന്ന് ചുമ്മാതിരുന്ന് കരയുന്നവരെയും ചിരിക്കുന്നവരെയും ഒക്കെ കാണാറുണ്ട്. അപ്പൊ നല്ല കല ആസ്വദിക്കുന്നവർക്ക് ഒരു പർഗേഷൻ ഓഫ് ഇമോഷൻ സംഭവിക്കുകയും അവർക്ക് ഈ പറയുന്ന കണക്ക് ഒരു താതാത്മ്യം ആ ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ കഥാർസിസ് എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഈ കഥാർസിസിനെ പറ്റി പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന സിനിമ ഇല്ലയോ, ആ സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം തീരാറായ സമയത്ത് എബ്രഹാം ലിങ്കണായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന നടനെ നോക്കിയിട്ട് ക്യാമറാമാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. ദിസ് മാൻ വുഡൻ ബി സാറ്റിസ്ഫൈഡ് അൺലെസ് ഹീ ഈസ് ഷോട്ട് ഡെഡ് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് ഈ കഥാർസിസ് ആണെന്ന് പറഞ്ഞൂടെ? പിന്നെ അതുപോലെ തന്നെ ഗാന്ധി ഫിലിമിന്റെ അഭിനയിച്ച ഗാന്ധിയെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ തന്നെ ഇതേ അഭിപ്രായം തന്നെ പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള ഫിലിം, അതിനകത്ത് ആ സിനിമ നമ്മൾ കാണുമ്പോൾ ഒരു നിമിഷം അതിനകത്തെ കുട്ടേട്ടൻ അല്ലെങ്കിൽ സുഭാഷ് ആയി നമ്മൾ മാറുന്നുണ്ട് അല്ലേ? അതെ അതെ. അതുപോലെ ആ ഗുണ കീവില് നമ്മളും അകപ്പെട്ട പോലെ അതേ ഒരു ഫീല് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് സത്യത്തിൽ ലിറ്ററേച്ചറിൽ തന്നെ കോൾറിഡ്ജ് എന്നുള്ള റൊമാൻറ്റിക് പോയറ്റ്, അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. അതായത് നമ്മളുടെ ബിലീഫിനെ കുറച്ചു നേരം നമ്മൾ സസ്പെൻഡ് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം പോലും നമ്മൾ അധികം ആസ്വാദ്യത്തോടു കൂടി നമ്മൾ ആ ഫിലിം ആസ്വദിക്കുകയാണ്. അതിനെയെല്ലാം കുറച്ചു നേരം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അത് ആസ്വദിക്കുകയാണ്. അപ്പോൾ അതും കോൺസെപ്റ്റ് ഓഫ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫും നമുക്ക് ഈ ഫിലിമിൽ കാണാൻ സാധിക്കും. അപ്പൊ സിനിമയും ലിറ്ററേച്ചറുമായിട്ട് വലിയ ബന്ധമുണ്ട്. അപ്പൊ നമുക്ക് മിസ് പറഞ്ഞല്ലോ ആടുജീവിതം, ഈ അടുത്ത് വളരെ ഈവൻ ഫാമിലീസ് അസച്ച് പോയി കണ്ട ഒരു മൂവിയാണ് ഈ പറയുന്ന ആടുജീവിതം. അവിടെ നമുക്ക് ഈ നജീബ് എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് വല്ലാത്തൊരു ഇംപേഴ്സണാലിറ്റി, തിയറി ഓഫ് ഇംപേഴ്സണാലിറ്റി അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഒന്നും തീരുന്നില്ല. ആക്ച്വലി ഫിലിമും നമ്മുടെ ലിറ്ററേച്ചറുമായിട്ടുള്ള കണക്ഷൻ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ അകത്തെ ഇക്കോ ഫെമിനിസം ഒരുപാട് ചർച്ച ചെയ്തത്. നമുക്ക് ആ ഒരു സൗബിൻ കല്യാണം അവസാനം ജീവിതത്തിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്ന ആ സ്ത്രീ, ആ ഒരു വഞ്ചിയിൽ വരുന്ന ഒരു ഷോട്ട് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ഷോട്ടാണ്. അതുപോലെ തന്നെ പിന്നെയും ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, അതിൻ്റെ അകത്ത് ഈ പറയുന്ന കൾച്ചറൽ സ്റ്റഡീസിൻ്റെ അല്ലേ മിസ്സേ, കൾച്ചറൽ സ്റ്റഡീസിൻ്റെ മുഴുവൻ ഫെമിനിസ്റ്റിക് തിയറീസും മെയിൽ ഗെയ്സ്, ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം സിനിമയായാലും നമുക്ക് ലിറ്ററേച്ചർ പഠിക്കാം, HSAക്ക് പ്രിപ്പയറും ചെയ്യിക്കാം അല്ലേ സാർ? തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ നമ്മൾക്ക് മിന്നൽ മുരളി എന്ന സിനിമയിലും ഈ ഒരു ലിറ്ററേച്ചറിന്റെ ഒരു ഭാഗം കാണാൻ പറ്റും. അതെ, ജെയ്സൺ നമ്മളെ മാജിക്കൽ റിയലിസത്തിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സിന്റെയും ആ ഒരു ലൗകികമായിട്ടുള്ള എലിമെന്റ്സിന്റെയും ഒരു മിക്സപ്പ് ആണ് അല്ലെ, മിക്സ്ചർ ആണ് നമുക്ക് മാജിക്കൽ റിയലിസത്തിലൂടെ മിന്നൽ മുരളി എന്ന സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതെ. അതുപോലെ തന്നെ ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഹമേർഷ്യ എന്ന് പറയുന്ന വാക്ക്, ട്രാജിക് ഫ്ലോ, അത് വേണമെങ്കിൽ നമുക്ക് സിനിമയായിട്ട് ബന്ധപ്പെടുത്തി പറയാം. ഇപ്പം ഒതല്ലോയുടെ ട്രാജിക് ഫ്ലോ എന്ന് പറയുന്നത് സെക്ഷൽ ജലസിയാണ്. ഈ ഒതല്ലോ മലയാളത്തിൽ ജയരാജ് സംവിധാനം ചെയ്ത് കളിയാട്ടം എന്ന് പറയുന്ന സിനിമയായിട്ട് വന്നപ്പം ആ സിനിമയിലും ഇത് തന്നെയാണ് തീം ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സെക്ഷൽ ജലസിയാണ് നായകനായ ഒതല്ലോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ഫ്ലോ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ എല്ലാം ഹാംലെറ്റ് എടുത്ത് പരിശോധിച്ചാൽ പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നുണ്ട്, അതേ ഓവർ അംബീഷ്യസ് വരുന്നുണ്ട്. പിന്നെ കിങ് ലിയറിലാണെങ്കിൽ സെനിലിറ്റി ഓഫ് ഓൾഡ് ഏജ് വരുന്നുണ്ട്. ഇതിനെയൊക്കെ ബേസ് ചെയ്ത് മലയാളത്തിലും
വിവിധ ഭാഷകളിൽ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ലിറ്ററേച്ചർ പഠിക്കാനുള്ള ഒരു മീഡിയം കൂടിയാണ്. കാരണം എളുപ്പമാണ്, നമ്മൾ പഠിച്ചെടുക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല വഴികളിലൂടെ നമുക്ക് സിനിമകളിലൂടെയും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചെടുക്കാം. അപ്പോൾ HSA കോഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകളെല്ലാം ഇതുപോലെ രസകരമായിട്ടുള്ള, അതായത് ഒരു ബർഡൻ, പഠനത്തിൻ്റെ ഭാരം ആൾക്കാരിൽ ഉണ്ടാക്കാത്ത തരത്തിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പഠിച്ചെടുക്കുന്നത്. അത് യൂട്യൂബിലൂടെയും ആപ്പിലൂടെയും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ്. എത്രയും പെട്ടെന്ന് കോഴ്സിൻ്റെ ഭാഗമാകുക. നമുക്ക് ഉടനെ തന്നെ പഠിച്ചു തുടങ്ങാം.